ബോബൻ കുഞ്ചാക്കോയുടെ ക്ലാസ്മേറ്റായിരുന്നു എം ഫാസിൽ എന്ന ഫാസിൽ, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പാച്ചിക്ക. പാച്ചിക്കയ്ക്ക് 75 വയസ്സ് തികയുകയാണ്. പാച്ചിക്കയുടെ ആദ്യ ചിത്രമാണ് മോഹൻലാലിൻ്റെ ആദ്യ ചിത്രം കൂടിയായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. തിരക്കഥയുടെ രീതിശാസ്ത്രത്തിലേക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ തിരക്കഥയുടെ കഥ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരക്കഥയുടെ രീതിശാസ്ത്രത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സസ്നേഹം സാദരം സ്വാഗതം. ഗുഡ് ഈവനിംഗ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ. ആലപ്പുഴ ST കോളേജിലെ ബിരുദാനന്തര ബിരുദ പഠനം കഴിഞ്ഞ് അമച്ചർ നാടകങ്ങളും മിമിക്രിയും മോണോക്റ്റുമായി അലഞ്ഞു തിരിഞ്ഞിരുന്ന ഫാസിലിനെ ബോബൻ കുഞ്ചാക്കോയെയാണ് ഉദയ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ബോബൻ കുഞ്ചാക്കോയ്ക്ക് ഫാസിലിൻ്റെ കാര്യത്തിൽ അത്രയേറെ ഉറപ്പുണ്ടായിരുന്നു. തിരക്കഥയിലും കഥയിലും എന്ന് വേണ്ട, സിനിമയിലും നാടകങ്ങളിലുമൊക്കെ തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഫാസിലിന് കഴിഞ്ഞിരുന്നു എന്ന് ബോബൻ കുഞ്ചാക്കോ അക്കാലത്ത് വിശ്വസിച്ചിരുന്നു. ഉദയ നിർമ്മിച്ച് അടൂർ ഫാസി സംവിധാനം ചെയ്യുന്ന അച്ചാര മമ്മണി ഓശാര ഓമന എന്ന ചിത്രത്തിൻ്റെ സംവിധാന സഹായിയായിട്ടാണ് ഫാസിലിനെ ഉദയ സ്റ്റുഡിയോയിലേക്ക് ബോബൻ കുഞ്ചാക്കോ വിളിച്ചു വരുത്തുന്നത്. ചിത്രത്തിൻ്റെ തിരക്കഥയിൽ നിർണായകമായ ചില കാഴ്ചപ്പാടുകൾ, ചില സ്വാധീനങ്ങൾ ഫാസിലിൻ്റേതായി ഉണ്ടായിട്ടുണ്ട്. ശാരംഗപാണിയാണ് ഈ ചിത്രത്തിന് തിരക്കഥ എഴുതിയത്. അടൂർ ഫാസിയുടെ സിനിമ 2 യൂണിറ്റായിട്ടാണ് അക്കാലത്ത് വർക്ക് ചെയ്തത്. ഒരു യൂണിറ്റ് അടൂർ ഫാസിയും മറ്റൊരു യൂണിറ്റ് വിൻസെൻ്റ് മാഷും നയിച്ചു. ഇതിൽ വിൻസെൻ്റ് മാഷ് നയിച്ച ടീമിനൊപ്പമാണ് ഫാസിൽ ചേർന്നത്. ഏതാണ്ട് 10 ദിവസം ഈ ഷൂട്ടിങ്ങിൽ വളരെ സജീവമായി ഫാസിൽ പങ്കെടുത്തു. ഈ ചിത്രത്തിൻ്റെ സംവിധാന സഹായിയായി എം ഫാസിൽ എന്ന പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഫാസിൽ പിൽക്കാലത്ത് പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞത് താൻ ആ ചിത്രത്തിൻ്റെ സംവിധാന സഹായി ആയിരുന്നില്ല എന്നാണ്. കാരണം സിനിമ നോക്കി പഠിക്കുക എന്ന പ്രാഥമികമായ കാര്യമാണ് ഫാസിൽ അക്കാലത്ത് നിർവഹിച്ചു പോന്നിരുന്നത്. ഇക്കാലം അത്രയും നവോദയ അപ്പച്ചനും മകൻ ജിജോയും ഫാസിലിനെ സശ്രദ്ധം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഫാസിലിൻ്റെ മികവാണ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തിരക്കഥകളിൽ അദ്ദേഹം വരുത്തുന്ന ക്രിയാത്മകമായ മാറ്റങ്ങൾ ചിത്രത്തിൻ്റെ സംവിധാന മികവിന് ഒരുപാട് സഹായകരമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ഫാസിലിൻ്റെ ആദ്യത്തെ യോഗം തെളിയുന്നത്. അതാണ് തീക്കടൽ എന്ന സിനിമ. നവോദയ അപ്പച്ചൻ ഉദയയിൽ നിന്ന് പിരിഞ്ഞ് നിർമ്മിച്ച ആദ്യത്തെ ചിത്രമാണ്. അതും മൾട്ടി സ്റ്റാർ ബ്രഹ്മാണ്ഡ ചിത്രമാണ് തീക്കടൽ. തീക്കടലിൻ്റെ തിരക്കടലിൻ്റെ കഥ എഴുതിയത് ഫാസിലാണ്. ഫാസിൽ പറഞ്ഞ കഥ നവോദയ അപ്പച്ചനും ജിജോയും അതേപടി അംഗീകരിക്കുകയായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പഠന വിഷയത്തിലൊഴികെ ഫാസിൽ മറ്റൊരു കാര്യത്തിലും ശ്രദ്ധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് കൂടുതൽ മാർക്ക് കയറ്റിയാണ് ജയിച്ചത്. പിന്നീട് ആലപ്പുഴ ST കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കലാവാസന പതുക്കെ നാമ്പിട്ടു. പക്ഷേ കലയുടേതായ യാതൊരു സാഹചര്യവും അക്കാലത്ത് ST കോളേജ് ക്യാമ്പസിൽ ഉണ്ടായിരുന്നില്ല. ഇതിൽ ഫാസിലിന് വല്ലാത്ത മനപ്രയാസമുണ്ടായി. അദ്ദേഹം നാടകങ്ങൾ എഴുതാനും സംവിധാനം ചെയ്യാനും ആഗ്രഹിച്ചു. പക്ഷേ അപ്പോഴും എന്തുകൊണ്ടെന്നറിഞ്ഞില്ല, എങ്ങനെയാണെന്നറിഞ്ഞില്ല, ഫാസിലിൻ്റെ മനസ്സ് മുഴുവൻ സിനിമയായിരുന്നു. സിനിമയിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും എളുപ്പ വഴി നാടകമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം അങ്ങനെ കോളേജിൽ ഒരു നാടകം എഴുതി അവതരിപ്പിച്ചു. ആ നാടകത്തിന് വല്ലാത്ത കയ്യടി കിട്ടി. അദ്ദേഹത്തിനെ പഠിപ്പിക്കാത്ത പ്രൊഫസർ കൈലാസ് എന്ന അധ്യാപകൻ ഫാസിലിനെ കെട്ടിപ്പിടിച്ച് സ്റ്റേജിൽ വെച്ച് അഭിനന്ദിച്ചു. അതോടുകൂടി അദ്ദേഹത്തിന് വല്ലാത്തൊരു കോൺഫിഡൻസ് കൈവന്നു. പിന്നീടാണ് തീക്കടൽ എന്ന നാടകം അദ്ദേഹം കോളേജിൽ എഴുതി അവതരിപ്പിക്കുന്നത്. ഈ തീക്കടലാണ് പിൽക്കാലത്ത് പ്രേംനസീറും മധുവുമൊക്കെ അഭിനയിച്ച ബ്രഹ്മാണ്ഡ ചിത്രമായ നവോദയയുടെ ആദ്യ ബ്രഹ്മാണ്ഡ ചിത്രമായ തീക്കടലായി മാറിയത്. തീക്കടൽ എന്ന സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിയതും ഫാസിൽ തന്നെയാണ്. ആ സിനിമ വലിയ വിജയമായതോടുകൂടി ഫാസിലിൻ്റെ സമയം തെളിയുകയായിരുന്നു. സിനിമ പഠിക്കുന്നതിന് വേണ്ടി ദാഹിക്കുകയായിരുന്നു ഫാസിലിൻ്റെ മനസ്സ്. അദ്ദേഹം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും അപേക്ഷ അയച്ചെങ്കിലും യാതൊരു മറുപടിയും ലഭിച്ചില്ല. എങ്ങനെയെങ്കിലും സിനിമ പഠിക്കണം എന്ന ആഗ്രഹം അദ്ദേഹത്തിൽ അങ്കുരിച്ചപ്പോൾ ഒടുവിൽ അദ്ദേഹം കണ്ടെത്തിയ വഴി സിനിമ കണ്ടു പഠിക്കുക എന്നതായിരുന്നു. ഭാരതിരാജയുടെയും ഭരതൻ്റെയും പത്മരാജൻ്റെയും സിനിമകൾ ഒന്നൊഴിയാതെ അദ്ദേഹം കണ്ടു. ഭാരതിരാജയാണ് ഫാസിലിനെ ഏറ്റവും അധികം സ്വാധീനിച്ച സംവിധായകൻ. ഭരതൻ സിനിമകളുടെ ഫ്രെയിമിംഗ്, പത്മരാജൻ സിനിമകളുടെ ഡ്രാമ, ഇത് രണ്ടുമാണ് ഫാസിലിനെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ളത്. ഭരതൻ ഒരു ആർട്ട് ഡയറക്ടർ കൂടിയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ ഫ്രെയിമും ഓരോ ചിത്രങ്ങളായിരുന്നു. പത്മരാജനെ സംബന്ധിച്ചിടത്തോളം സാഹിത്യത്തിനാണ് അദ്ദേഹം സിനിമയിൽ വളരെയധികം പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് തന്നെ നാടകീയതയ്ക്ക് അതിൽ ഏറെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു.
ഇതെല്ലാം ചേർന്ന് ഭരതനും പത്മരാജനും എടുക്കുന്നത് പോലുള്ള സിനിമകൾ എടുക്കാൻ ഫാസിൽ ആഗ്രഹിച്ചു. ഭാരതിരാജയുടെ സംവിധാന മികവ് തനിക്ക് കൈവന്നെങ്കിൽ എന്ന് അദ്ദേഹം മോഹിച്ചു. ഇങ്ങനെ സിനിമയുടെ ഒരു വ്യത്യസ്തമായ വഴിയിലൂടെയാണ് ഫാസിൽ സിനിമാ ലോകത്തേക്ക് എത്തിച്ചേർന്നത്. അധികം വൈകാതെ തന്നെ സിനിമ എന്നതിൻ്റെ വ്യാകരണം ഫാസിലിന് മനസ്സിലായി. സിനിമ ഒരു വെറും കലയല്ല, അത് പല കാര്യങ്ങളാൽ, പല ഘടകങ്ങളാൽ സമ്മിശ്രമാണ്. ആ വിവിധ ഘടകങ്ങൾ, സമ്മിശ്രമായ വിവിധ ഘടകങ്ങളിൽ ഇടപെടുമ്പോൾ മാത്രമാണ് ഒരു സംവിധായകൻ വിജയിക്കുക. അതിൽ കല വേണം, അതിൽ സാഹിത്യം വേണം, അതിൽ ഡ്രാമ വേണം, അതിൽ നല്ല ഫ്രെയിംസ് വേണം. ഇതെല്ലാം ഫാസിൽ മനസ്സിലാക്കിയത് ഭരതൻ്റെയും പത്മരാജൻ്റെയും MTയുടെ സ്ക്രിപ്റ്റുകളും ഭാരതിരാജയുടെ സിനിമകളും കണ്ടാണ്. ഒരു ചിത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫാസിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കുക അതിൻ്റെ കഥാപാത്രങ്ങളിലാണ്, അതിൻ്റെ കഥയിലാണ്. വ്യത്യസ്തമായ കഥകൾ മാത്രമേ അതിജീവിക്കുകയുള്ളൂ എന്ന് ഫാസിൽ മനസ്സിലാക്കി. ഒരു ചെറിയ സ്പാർക്ക് മതി ഒരു സിനിമയെ വിജയിപ്പിക്കുവാൻ. അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ ആയിരുന്നു ഫാസിലിൻ്റെ പിന്നീടുള്ള ലക്ഷ്യം. വളരെ വ്യത്യസ്തമായ കഥകൾ നിർമ്മിക്കണം, എങ്കിൽ മാത്രമേ ഒരു ചലച്ചിത്രകാരൻ നിലയ്ക്ക് തനിക്ക് സ്റ്റാൻഡുള്ളൂ എന്ന് ഫാസിൽ വിശ്വസിച്ചു. അങ്ങനെയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ നവോദയയ്ക്ക് വേണ്ടി മോഹൻലാലിൻ്റെ ആദ്യ ചിത്രം ഫാസിൽ സംവിധാനം ചെയ്യുന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളോളം ഇത്രയധികം പ്ലാനിംഗ് ഉള്ളൊരു സിനിമ മലയാളത്തിലുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം അത്രയേറെ ദിവസങ്ങളെടുത്ത്, അത്രയേറെ കഷ്ടപ്പാടാണ് ഫാസിലും ജിയോയും ചേർന്ന് ഈ ചിത്രം പ്ലാൻ ചെയ്യുന്നത്. ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റിൽ എപ്രകാരം എഴുതിയിരുന്നു അപ്രകാരമായിരുന്നു ചിത്രീകരണവും. ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് ജീപ്പ് ഓടിച്ച് ശങ്കർ എന്ന താരം കടന്നു വരികയാണ്. അതെല്ലാം സ്ക്രിപ്റ്റിൽ അതേപടി എഴുതിയിരുന്നു. നിങ്ങൾക്ക് രസകരമായ ചില അനുഭവങ്ങൾ ഈ സിനിമയിലൂടെ കാണാം. മോഹൻലാലിൻ്റെ ആദ്യത്തെ ചിത്രമാണല്ലോ ഇത്. നരേന്ദ്രൻ എന്ന വില്ലനെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് മലയാളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും അറിയാം. മോഹൻലാലിൻ്റെ ആ മാസ് എൻട്രിക്ക് രസകരമായ ചില കാര്യങ്ങളുണ്ട്. അതായത് അശോക് കുമാറിൻ്റെ തിരനോട്ടമാണല്ലോ മോഹൻലാലിൻ്റെ ആദ്യ ചിത്രം. അതിൽ സഹകരിച്ചവരെല്ലാം മോഹൻലാലിൻ്റെ ആത്മസുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫാസിലിൻ്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലേക്ക് ഒരു വില്ലൻ കഥാപാത്രത്തിന് ആവശ്യമുണ്ടെന്ന പത്രപരസ്യം കാണുന്നത്. ഇതനുസരിച്ച് മോഹൻലാൽ ഒരു ഫോട്ടോഷൂട്ടിൽ പങ്കെടുത്തു. നിർമ്മാതാവ് സുരേഷ് കുമാർ എന്ന പിൽക്കാലത്ത് അറിയപ്പെടുന്ന മേനക സുരേഷാണ് ആ ഫോട്ടോഷൂട്ടിന് മോഹൻലാലിനെ നിർബന്ധിച്ചത്. ഫോട്ടോ എടുത്ത് മേനക സുരേഷിൻ്റെ വീട്ടിലെത്തിയ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് ആ ഫോട്ടോകളെല്ലാം ഒന്ന് വിതറിയിട്ടു. തനിക്ക് ഏതായാലും ഈ അപേക്ഷ അയക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് മോഹൻലാൽ ഇറങ്ങിപ്പോയി. ഇതിനൊരു കാരണമുണ്ട്. ആ ഫോട്ടോകളൊന്നും മോഹൻലാലിന് ഇഷ്ടപ്പെട്ടില്ല. പിൽക്കാലത്ത് ഒരു ഇൻ്റർവ്യൂവിൽ മോഹൻലാൽ പറഞ്ഞു, ഫോട്ടോ അല്ല തനിക്ക് ഇഷ്ടപ്പെടാത്തത്, തൻ്റെ മുഖമാണ് തനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന്. പക്ഷേ ആ മുഖം മലയാളികൾ അത്രയേറെ പിൽക്കാലത്ത് ഇഷ്ടപ്പെട്ടു പോയി. സുരേഷ് കുമാർ അവിടെ കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ സുരേഷ് കുമാറിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വന്നു. ലാലിൻ്റെ ചിത്രങ്ങളെല്ലാം മേശപ്പുറത്തിങ്ങനെ നിരന്ന് കിടക്കുന്നു. ചിത്രങ്ങളെല്ലാം കണ്ട സുരേഷ് കുമാറിൻ്റെ അമ്മ സുരേഷ് കുമാറിനോട് ചോദിച്ചു, എന്തിനാണ് ഈ ലാലിൻ്റെ ചിത്രങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നതെന്ന്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു വില്ലനെ ആവശ്യമുണ്ടെന്നും അത് പത്രപരസ്യമായി പുറത്തു വന്നിരുന്നുവെന്നും അതിന് അപേക്ഷ അയക്കാൻ വേണ്ടിയാണ് മോഹൻലാൽ ഈ ചിത്രം എടുത്തതെന്നും സുരേഷ് കുമാർ അമ്മയോട് പറഞ്ഞു. എങ്കിലൊരു കാര്യം ചെയ്യുക, നീ ലാലുവിൻ്റെ പടങ്ങൾ കൊണ്ട് പോസ്റ്റ് ചെയ്യുക എന്ന് സുരേഷ് കുമാറിനോട് അമ്മ പറഞ്ഞു. അങ്ങനെ സുരേഷ് കുമാർ അന്ന് വൈകിട്ട് ആ ചിത്രങ്ങളെല്ലാം പോസ്റ്റ് ചെയ്തു. തപാലിൽ ഫാസിലിന്, അതായത് നവോദയ സ്റ്റുഡിയോയിലേക്ക് അയച്ചു കൊടുത്തു. കുറച്ചു കഴിഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം മേനക സുരേഷും മോഹൻലാലും ഒക്കെ മറന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മോഹൻലാലിന് ഒരു കത്ത് കിട്ടി. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം, നവോദയയിലെത്തണം. മോഹൻലാൽ നവോദയയിലെത്തി. പ്രശസ്ത സംവിധായകൻ സിബി മലയിൽ, ഫാസിൽ, ജിജോ എന്നിവരാണ് ആ ഇൻ്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്നത്. അന്ന് സിബി മലയിൽ മോഹൻലാലിനിട്ട മാർക്ക് 100ൽ 2ആണ്, വെറും 2 മാർക്ക് മാത്രം. ഇത് മോഹൻലാൽ തന്നെ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ജിജോയും ഫാസിലും പരസ്പരം കൂടിയാലോചിച്ച് 95ഉം 98ഉം മാർക്ക് മോഹൻലാലിനിട്ട് 100ൽ. അങ്ങനെ സിബി മലയിലെ 2 മാർക്ക് അപ്രസക്തമായി. പിന്നീട് 2 നാഷണൽ അവാർഡ് മോഹൻലാലിന് കിട്ടിയത് സിബി മലയിലെ ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ടായിരുന്നു. സിബി മലയിലാകട്ടെ മോഹൻലാലിനെ തീരെ ഇഷ്ടപ്പെട്ടില്ല. മോഹൻലാലാകട്ടെ തന്നെ വേണമെങ്കിൽ അഭിനയിപ്പിച്ചാൽ മതി എന്ന നിലപാടിലാണ് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത്. ഫാസിലും ജിജോയുമൊക്കെ മോഹൻലാലിനോട് പറഞ്ഞു, ഈ സിനിമയ്ക്ക് വേണ്ടത് രജനീകാന്തിനെ പോലൊരു വില്ലനെയാണെന്ന്. അപ്പോൾ മോഹൻലാൽ പറഞ്ഞ മറുപടി പിന്നീട് പിൽക്കാലത്ത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് തനിക്ക് രജനീകാന്ത് ആവാൻ പറ്റില്ല, തനിക്ക് അത്തരത്തിലുള്ള അഭിനയശേഷിയൊന്നുമില്ല, തനിക്ക് തന്നാൽ കഴിയുന്ന വിധം അഭിനയിക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സത്യസന്ധമായ ഒരു കാര്യമായിരുന്നു. മോഹൻലാൽ
ഹിൽ സ്റ്റേഷനിൽ ഷൂട്ടിങ്ങിലേക്ക് എത്തിച്ചേരുമ്പോൾ ശങ്കറിൻ്റെ സീനുകളാണല്ലോ എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ശങ്കറിൻ്റെ സീൻ എടുക്കാൻ വേണ്ടി, അതായത് തിരക്കഥയ്ക്കനുസരിച്ച് ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി മോഹൻലാൽ എന്ന നവാഗത വില്ലൻ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ 16 ദിവസമാണ് കാത്തിരുന്നത്. ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇത്? 16 ദിവസം മോഹൻലാൽ കാത്തിരിക്കുക. അതിന് കാരണമുണ്ട്. മോഹൻലാൽ അന്ന് ആരുമല്ല, അദ്ദേഹത്തിൻ്റെ നവാഗത, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. പിൽക്കാലത്ത് ഫാസിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞ രസകരമായൊരു കാര്യമുണ്ട്. മോഹൻലാൽ എന്ന നടനെ നടനാക്കി തീർത്തത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ 16 ദിവസമാണെന്ന്. അതിനൊരു കാരണമുണ്ട്. ഒരു തലൈരാഗം എന്ന തമിഴിലെ സൂപ്പർ ഹിറ്റ് സിനിമയിൽ അഭിനയിച്ച ശേഷമാണല്ലോ ശങ്കർ ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിക്കുവാൻ എത്തിച്ചേരുന്നത്. പൂർണിമ ജയറാമിന് മുമ്പ് പൂർണിമ ജയറാമിനും അഭിനയ പാരമ്പര്യമുണ്ട്. ഇരുവരും നന്നായി അവരുടെ വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫാസിൽ കർക്കശക്കാരനായിരുന്നു. ഏതാണ്ട് ഹെഡ് മാസ്റ്റർ മട്ടിലാണ് അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നത്. തൻ്റെ ആദ്യ ചിത്രമാണ്. ഓരോ പടിയും സൂക്ഷിച്ച് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന കാര്യത്തിനകത്ത് ഫാസിലിനൊരു വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കമ്പില്ലായിരുന്നേ ഉള്ളൂ. ശങ്കറിനെയെല്ലാം അദ്ദേഹം വരച്ച വരയിലാണ് നിർത്തിയത്. ഓരോ ഷൂട്ടും ഓരോ ഫ്രെയിമും വരുമ്പോൾ ശങ്കർ നിന്ന് വിറയ്ക്കുന്നത് മോഹൻലാൽ ഇപ്പുറത്ത് ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. പൂർണിമ ജയറാമിൻ്റെ ശരീരം മുഴുവൻ വിയർപ്പ് കൊണ്ട് നിറഞ്ഞിരുന്നു. ഇതും മോഹൻലാൽ കാണുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഈ വിയർപ്പും ഇവരുടെ അങ്കലാപ്പും അവരുടെ ആശങ്കയും ഒക്കെ 16 ദിവസം കണ്ടു നിന്നാണ് മോഹൻലാൽ ഇത്രയും ഫ്ലെക്സിബിളായ ഒരു നടനായി മാറിയത്. പിന്നീട് ഒരു നീണ്ട ഡയലോഗുമായി ആദ്യത്തെ ഷോട്ടിൽ മോഹൻലാൽ എത്തുമ്പോൾ മോഹൻലാലിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. എത്രയോ സിനിമകളിൽ അഭിനയിച്ച ഒരു നടൻ അഭിനയിക്കുന്നത് പോലെ അനായാസമായി മോഹൻലാൽ അഭിനയിച്ചതായി പിൽക്കാലത്ത് ഫാസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴുമൊന്നും തൻ്റെ സ്ക്രിപ്റ്റിലോ തൻ്റെ കഥയിലോ താനുണ്ടാക്കിയ കഥാപാത്രത്തിലോ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഫാസിൽ തയ്യാറായിരുന്നില്ല. അതിന് അദ്ദേഹം ആരെയും അന്നും ഇന്നും അനുവദിപ്പിച്ചിട്ടുമില്ല. ശങ്കറിൻ്റെയും മോഹൻലാലിൻ്റെയും മാനറിസങ്ങൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും. ഇതൊന്നും ശങ്കറിൻ്റെയും മോഹൻലാലിൻ്റെയും ആയിരുന്നില്ല, അതെല്ലാം ഫാസിലിൻ്റെതായിരുന്നു. ഫാസിൽ തങ്ങൾക്ക് അഭിനയിച്ച് കാണിക്കുമായിരുന്നു എന്നാണ് പിൽക്കാലത്ത് മോഹൻലാലും ശങ്കറും പറഞ്ഞിട്ടുള്ളത്. ശങ്കർ പാൻസിൻ്റെ പോക്കറ്റിൽ കൈയിടുന്ന ആ രംഗം, ഇതെല്ലാം ഫാസിൽ കാണിച്ചു കൊടുത്തിട്ടുള്ള കാര്യമാണ്. അപ്പോഴെല്ലാം ഫാസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ അഭിനയിച്ച് കാണിക്കാൻ എനിക്ക് അവരെ പോലെ കഴിവൊന്നുമില്ല, പക്ഷേ എൻ്റെ കഥാപാത്രം എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. അതിനാണ് ശങ്കറിനെയും മോഹൻലാലിനെയും പൂർണിമ ജയറാമിനെയൊക്കെ താൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് ഫാസിൽ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ ഫാസിൽ അങ്ങനെയാണ്. ഒരു കഥാപാത്രം, ഒരു സിനിമ എങ്ങനെയായിരിക്കണമെന്ന് ഫാസിലിൻ്റെ മനസ്സിലാണ് ആദ്യം രൂപം കൊള്ളുക. ആ സിനിമയ്ക്ക്, ആ മനസ്സിൽ രൂപം കൊണ്ട സിനിമയ്ക്കനുസരിച്ചാണ് ഫാസിൽ മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നടീനടന്മാരെ അദ്ദേഹം കർശനമായി നിയന്ത്രിക്കാറുണ്ട്. അത് ഫാസിൽ സമ്മതിച്ചിട്ടില്ലെങ്കിലും അതായിരുന്നു ശരി. 1980 ഡിസംബർ മാസം 25-ാം തീയതിയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മലയാളികൾക്ക് ലഭിക്കുന്നത്. ഒരു നവാഗത സംവിധാനം ചെയ്ത ചിത്രമാണെന്ന് ഇതിനെക്കുറിച്ച് ആരും ഇന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ല. ഒരുപാട് സിനിമാ സ്കൂളുകളിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ സ്ക്രിപ്റ്റും സിനിമയും ഇന്നും പഠിക്കുന്നുണ്ട്. ഫാസിൽ എന്ന സംവിധായകനെ മാത്രമല്ല, മോഹൻലാൽ എന്ന നടനെയാണ് മലയാളികൾക്ക് ഈ ചിത്രത്തിലൂടെ ലഭിച്ചത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഇന്നും മലയാളികൾക്ക് ഒരു നൊസ്റ്റാൾജിയായി മാറിയതും വെറുതെയല്ല. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ കഥ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. അടുത്ത രംഗം കാണുന്നതുവരെ നമസ്കാരം.